ആദ്യം പെണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെയായിരുന്നു. ഇപ്പൊ ഇവിടെ പെണ്ണുങ്ങളെല്ലാം അഞ്ജലിമാര്. ഞാൻ അറിഞ്ഞില്ല ഇത് ഇത്ര അധികം അഞ്ജലിമാര് തൃശ്ശൂരുണ്ടെന്ന്. ഇതിന് മാത്രം ഈ അഞ്ജലി ഇത് എവിടെ കിടക്കണമെന്നാ? കത്ത് എഴുതുമ്പോ ആലോചിക്കണായിരുന്നു. അല്ല, ഞാൻ പെട്ടെന്ന് മിസ് ചെയ്തപ്പോ ഒരു കത്ത് അയച്ചതാ. ഈ കത്തും കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. ഞാൻ പെട്ടെന്ന് പഴയ ഓർമ്മകളിലോട്ടൊക്കെ പോവാനുള്ള. 4 കൊല്ലം പഠിച്ചെന്ന് പറഞ്ഞാൽ എത്ര ക്ലാസ്സിലായിരുന്നു? 8ലും 6ലും 10ലും ഒക്കെ നമുക്ക് അങ്ങനെ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം. എത്ര വയസ്സായി? കുറച്ചായി. കീർത്തനായിട്ട് കറക്റ്റാ. കീർത്തന ഞാൻ ശരിയാക്കി തരാം. ഞാൻ ചേച്ചി പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയിട്ടേ. അഞ്ജലി, ഇവരൊരു പ്രതീക്ഷയിൽ വന്നിട്ടുള്ള നമുക്ക് ഡീലാക്കാം. ഒരാളാണ് പിന്നെ നിങ്ങൾ എല്ലാരും കൂടി തല്ലുകൂടല്ലേ? ഞാൻ ഒരു ഡെയിൻ മാത്രമേ ഉള്ളൂ. പ്ലീസ്. അഞ്ജലി കുറേ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിക്കാം. ഞാൻ ഇതൊന്ന് പോയിട്ട് ഈ അഞ്ജലി രാജും അഞ്ജലി രാമകൃഷ്ണനും ഒന്നിപ്പിക്കാനോ? ഒന്നിപ്പിക്കല്ല, അവര് തമ്മിൽ തല്ലുകൂടാതെയോ വഴക്കിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഞാൻ സിനിമ കണ്ട പോലെ. എന്നൊരു കാര്യം ചെയ്യാം, ബോയിങ് മാറ്റി വെക്കാം. നമുക്ക് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ കണ്ട പോലെ ആയാലോ? അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിക്കാം. എന്ത് പറയുന്നു? ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത്. നമസ്കാരം. ഫേവറേറ്റ് സോങ് റൗണ്ടിലേക്ക് പാടാൻ പോവാണ്. കമലദളം എന്ന ചിത്രത്തിലെ രവീന്ദ്ര മാഷിൻ്റെ സംഗീതത്തിൽ സായന്തനം ചന്ദ്രിക, ആ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേജിലേക്ക് പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ശ്രീകുട്ടി, എന്തോ? നമസ്കാരം. നമസ്കാരം. ഏത് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്? ഫേവറേറ്റ് സോങ് റൗണ്ടാണ്. ഏത് സിനിമയിലെ ഗാനമാണ്? കമലദളം ചിത്രത്തിലെ സായന്തനം ചന്ദ്രിക. ഓക്കെ, അപ്പോ നല്ല കിഡിലൻ സോങ് ആണ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീകുട്ടി, കമലദളം എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. ഫേവറേറ്റ് സോങ് റൗണ്ടിൽ സെലക്ട് ചെയ്തത് അല്ലേ? ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഞാനാ. ഒറ്റയ്ക്ക് സെലക്ട് ചെയ്താണ്? ഹസ്ബൻഡിന്റെ കൈകടത്തിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല. ആളെവിടെ? കാണാനില്ലല്ലോ. ഇന്ന് വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. ആരും വന്നില്ല, ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. എന്ത് പറ്റി? അടുത്തൊരു മരണം അങ്ങനെ. ഓക്കെ ഓക്കെ. എന്തായാലും പാട്ട് നന്നായി പാടാൻ പറ്റിയില്ലേ? കുഴപ്പമില്ല. നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ആരോട് ചോദിക്കണം? 3 പേരിങ്ങനെ തിളങ്ങി നിൽക്കുക. മതിച്ചാട്ടാ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ. മതിച്ചാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ മതിയോ? മതി. മതിച്ചാട്ടം മതി. ശ്രീകുട്ടി, എന്തോ നല്ല സാരി, അടിപൊളി സാരി. ഇത് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു. പിന്നെ മതിച്ചാട്ടാ, ആ പൊട്ടൊന്ന് കുറച്ചും കൂടി തെളിച്ചുള്ള ഒരു പൊട്ടിടായിരുന്നു, പൊട്ട് വയ്ക്കായിരുന്നു വേണമെങ്കിൽ. അപ്പൊ എന്തായാലും പാട്ടിനെ കുറിച്ച് പറയാം. ശ്രീകുട്ടി നാണായി. അതെ, ശ്രീകുട്ടിക്ക് നാണം. അതെ. പിന്നെന്തായാലും പ്രിയനെ കണ്ടില്ലല്ലോ. പ്രിയൻ ഇന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയനെ എന്ന് പാടിയപ്പോ ഒരു എനർജി ഇല്ലാത്ത. പ്രിയനെ എന്ന് പാടുമ്പോ അല്ല, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി വേണം തോന്നി. ചില ഭാഗങ്ങളൊക്കെ അസലായിരുന്നു, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് മാണ്ട് രാഗം നല്ല രസമുള്ളൊരു രാഗമാണ്. അപ്പൊ എന്തായാലും ഈ പാട്ടൊന്ന് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഇനിയും മനോഹരമാക്കായിരുന്നു ശ്രീകുട്ടിക്ക്. ശ്രീകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും ഇതൊക്കെ മേലെയാണ് കേട്ടാ. ആഹാ, എന്തൊരു സുഖമായ പാട്ട് രവീന്ദ്ര മാഷിന്റെ. ഈ പാട്ട് ശരിക്കും, ഈ ഒരു പാട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മൂഡ് അങ്ങ് ലിഫ്റ്റ് ആവുക ചെയ്യുന്നത്. ശരിക്കും അസലായിട്ടുള്ളൊരു സോങ് സെലക്ഷൻ തന്നെ ശ്രീകുട്ടി. അതിനൊരു വലിയ കയ്യടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെയൊക്കെ ശ്രുതി ചേരാനായിരുന്നു ഇന്ന് ശ്രീകുട്ടിയുടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. കൂടുതലും അലാപ് വരുമ്പോഴത്തേക്കൊക്കെ ശ്രീകുട്ടി ഇങ്ങനെ എന്ന് വരുന്നുണ്ട്. ആ ഒരു ആക്സെന്റ് വരരുത്. പിന്നെ ശ്വാസം, അതെ, കൺട്രോൾ കുറച്ചും കൂടി വേണം. മൊത്തത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഇന്ന്. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അത് എൻജിനൊന്ന് റീസ്റ്റാർട്ട് ആവട്ടെ, എല്ലാം പ്രശ്നങ്ങളൊന്ന് മാറി റീബൂട്ട് ചെയ്യുക തല, എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആശേജി. ശ്രീകുട്ടി, നല്ല രസമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രവീന്ദ്രൻ മാഷിന്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പ്രത്യേകിച്ച് കമലദളം എന്ന് പറയുന്ന ചിത്രം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മോളി പാട്ട് പാടിയപ്പോൾ. സ്വയം ആ തെറ്റ് മനസ്സിലാക്കുന്നത് മുഖത്ത് വരുന്നുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചാൽ നല്ലതാണ്. നമ്മുടെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ പ്രേക്ഷകർ അറിയാതിരിക്കും, അത്രേ ഉള്ളൂ. അതൊരു ആർട്ടിസ്റ്റ് നല്ലതാണ്. അതെ അതെ അതെ. ഓൾ ടുഗദർ നന്നായിരുന്നു മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആശേച്ചി. ചേച്ചി, കമലദളം എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമയാണ്. സിനിമ കൊണ്ടും പാട്ടുകൊണ്ടും. ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, ആശ ചേച്ചിയാണ് ആ മോനിഷ ചെയ്ത കഥാപാത്രം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുള്ളതെന്ന് അന്ന്. പക്ഷെ അന്ന് എന്താണ് സംഭവിച്ചതെന്നും അതെ, പല കാരണങ്ങളാൽ ഇപ്പോൾ ആ ഫിലിം എല്ലാവർക്കും ആ സിനിമ കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ ചേച്ചിക്ക് അത് കാണുമ്പോൾ കുറച്ചും കൂടി അധികം സങ്കടം ഉണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല ശ്രീകുട്ടി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഡാൻസിന്റെ സിനിമയാണല്ലോ, അങ്ങനെയായിരിക്കാം ചിലപ്പോൾ അതിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടാവുക. ആദ്യമായിട്ട് അതിനുവേണ്ടി വിളിക്കുന്നത് നമ്മളുടെയൊക്കെ പ്രിയ നടൻ ജയറാമേട്ടനാണ്. ജയറാമേട്ടൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ്. ജയറാമേട്ടനാണ് വിളിച്ചു പറയുന്നത്. അപ്പം അതുവരെ സിനിമ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഡാൻസ് മാത്രമുള്ള ഒരാളായിരുന്നു. ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്ക് തോന്നി, കോളേജ് പഠിക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ അച്ഛനമ്മമാര് അതിന് അത്ര പ്രോത്സാഹനം തന്നില്ല. അമ്മ നർത്തകിയാണ്, അധ്യാപികയാണ്, കലാമണ്ഡലം സുമതി. പക്ഷെ എൻ്റെ ഒരു നിർബന്ധത്തിൽ ഞാൻ നേരിട്ട് ലൊക്കേഷനിൽ പോയി അവരെ കണ്ട് സംസാരിച്ച് അവരോട് അച്ഛനും അമ്മയും പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോകുമ്പോൾ ചെറുതുരുത്തിയില് ഭാരതപ്പുഴയുടെ തീരത്ത് ഈ പാട്ടിന്റെ ഷൂട്ടിങ് ലാലേട്ടനും പാർവതി ചേച്ചിയും അഭിനയിക്കുന്നു. അപ്പം അന്നാണ് അവരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരോടും എന്നെ വിളിച്ചതിൽ താങ്ക് യു ഒക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ അതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കും. ഓഫ് കോഴ്സ് ആ സിനിമ കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ വിചാരിക്കും അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാനൊരു അഭിനേത്രിയായിട്ട് അഭിനയിക്കാൻ പറ്റുമായിരുന്നു എന്നറിയില്ല. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടില് ഇരിക്കുന്നുണ്ടാവും. ഇത് ഏത് വർഷമായിരുന്നു? 92, 93 കാലഘട്ടങ്ങളിലായിരിക്കും. നമ്മളെന്തായാലും ആയിരിക്കും. പഴയ ആ കാലഘട്ടത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി. മതിച്ചാണ്ടി ഇതേപോലെ എന്തെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായ ഏതെങ്കിലും, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് പാടാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഒരു പാട്ടോ ഏതെങ്കിലും ഒരു സിനിമയോ? ഞാൻ അഭിനയിക്കേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. അതെ, അത് കാതൽ കോട്ടായി. ഓക്കെ, അജിത്താണ് അത് തമിഴ്. അതെ അതെ. ഓക്കെ, എന്നിട്ട് എന്ത് പറ്റി? ഞാൻ മദ്രാസിൽ പഠിക്കാൻ ചേർന്ന സമയം TV ഗോപാലകൃഷ്ണൻ സാറിന്റെ, എന്റെ ഗുരുനാഥന്റെ അടുത്ത്, ആ അക്കാഡമി തന്നെയാണ് ഞാൻ താമസിച്ചത്. ഗുരുകുലം രീതിയിലായിരുന്നു പഠനം. അവിടെ ഒരു അൽസേഷൻ ഡോഗ് ഉണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്. അതിനെ കൊണ്ട് രാവിലെ ഞാൻ വാക്കിങ്ങിന് പോകും. അപ്പൊ പോകുന്ന സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ നാങ്ക ഒരു പടം പണിട്ട് இருக்கோம்,
നീങ്ക നടിக்கிறീங்களா എന്ന് ചോദിച്ചു. ഹീറോവാ നടിக்கிறீங்களா? അപ്പൊ അവർക്ക് സിംഗറാണ് അതൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. ആ. അതെ. നീങ്ക കൊഞ്ചം ശീഘ്രമാ சொல்லுங்க എന്ന് പറഞ്ഞു. நீங்க கொஞ்சம் വെയിറ്റ് பண்ணுங்க, நான் என்னோட குருநாதர் இருக்காங்க, அவர்கிட்ட கொஞ்சம் കേട്ടിട്ട് വന്നിടുறேன்னு അങ്ങനെ പറഞ്ഞു. ഞാൻ സാറിന്റെ അടുത്ത് പോയി ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, എന്നെ ഒരു പുതിയ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ സാറ് ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ കേട്ടു. ആണോ, ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി, ആഹാ അവർ പുറത്തുനിന്നുണ്ടല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. അതുകഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആകാശത്ത് മേഘ ഇരുണ്ടു കൂടുന്ന പോലെ മോഹം അങ്ങോട്ട് മാറി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇയാള് കൊണ്ടിട്ട് വേണം ഇവിടെ ഒരു ഒരുത്തൻ പഠിക്കാൻ വന്നു, പാട്ട് പഠിക്കാൻ പോയിട്ട് അവൻ അഭിനയിക്കാൻ പോയി, നശിച്ച് നാറാണക്കിലെടുത്ത് അവൻ പോയി എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ഫീൽഡിലുള്ള നമുക്കൊക്കെ അറിയുന്ന ആളാണ്, ഗായകനാണ്, അതെ, അഭിനേതാവാണ്. ഓക്കെ. അതെ. അപ്പൊ അങ്ങനെ ഒരു പേടി സാറിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ആ ചാൻസ് മിസ്സായത്. കല്യാണത്തിന് മുമ്പ് എന്റെ ഗുരുനാഥൻ സമ്മതിച്ചില്ല, കല്യാണത്തിന് ശേഷം എന്റെ ഭാര്യ സമ്മതിച്ചില്ല. കല്യാണത്തിന് ശേഷം എന്റെ ഭർത്താവ് സമ്മതിച്ചു. അല്ല, എന്നിട്ട് ഈ സിനിമയിൽ എന്നിട്ട് ആരാണ് നായകനായിട്ട് പിന്നെ? അജിത്താണ്. അതെ അതെ അതെ. തല ആവേണ്ട ആളായിരുന്നു മത്സേട്ടാ, ജസ്റ്റ് മിസ്. അതിനുശേഷം പല സിനിമകൾ വിളിച്ചിട്ടുണ്ട്. പ്രിയനന്ദന്റെ ഒരു ഫിലിമിലേക്ക് വേണ്ടി വിളിച്ചു. അത് MT സാറായിരുന്നു എന്റെ കഥ എഴുതിയിരുന്നത്. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാണ് വിളിക്കണേ. അപ്പോ ഫോൺ പ്രിയൻ ചേട്ടൻ എന്നെ വിളിച്ചു. മധു ഇങ്ങനൊരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട്, MT സാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ആ കഥാപാത്രത്തിന് മധുവിന്റെ ആ ഫേസും ആ രൂപമാണ് ഇതിന് മാച്ചിങ് എന്ന് പറഞ്ഞു. അപ്പൊ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ദിവ്യ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഫോൺ വച്ചു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ദിവ്യ, ഇതിൽ വല്ല മേത്തൊക്കെ തൊട്ട് അഭിനയിക്കേണ്ട വല്ല സീനുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പ്രിയഞ്ചേട്ടനെ വിളിച്ചു. അപ്പൊ പ്രിയഞ്ചേട്ടൻ പറഞ്ഞു ഉണ്ട്, മേത്തോട്ട് അഭിനയിക്കുന്ന സീനുണ്ട്. അതായത് കാവ്യ ഒരു കുളത്തിൽ നിന്ന് ഇങ്ങനെ കുളിച്ചിങ്ങനെ കയറി വരുമ്പോ ഇറണക്കോടെ എടുത്ത് ഇങ്ങനെ വരുമ്പോ ഞാൻ കയറി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ടെന്ന് പറഞ്ഞു. അതോട് കൂടി മുഖമൊക്കെ മാറി. പിന്നെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ പ്രിയൻ ചേട്ടൻ ഇപ്പോഴായിരിക്കും ഇത് കേൾക്കുമ്പോ അറിയണത്. പ്രിയനന്ദൻ ചേട്ടൻ ദിവ്യോടൊന്ന് ചോദിക്കാം, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, മധുവിനെ വിടുമോന്ന് ഞാനൊന്ന് ചോദിക്കാം. ഇപ്പൊ എവിടെയെങ്കിലും പൊക്കോളാനെ പറയുന്നത്. കൂടെ കഴിഞ്ഞ സിംഹത്തിന് ആർക്ക് വേണം? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇതിനിടയിൽ അർജുനില്ലേ, നടൻ അർജുൻ, മരുതമല എന്ന സിനിമയുടെ റെക്കോർഡിങ്ങിന് ഞാൻ പോയപ്പോ അർജുനും അദ്ദേഹത്തിന്റെ സിനിമയാണ്, അദ്ദേഹം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. പാടി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ നീങ്ക എൻ കൂടെ നടിக்கிறீங்களா, തമ്പിയാ നടിக்கிறீங்களா? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ജെന്റിൽമാനിലെ വിനീതേട്ടനെ അഭിനയിച്ച അതുപോലത്തെ ഒരു റോളായിരിക്കും. ഇങ്ങനെ സമാധാനിച്ച് ഞാൻ അപ്പൊ തന്നെ നാട്ടിലേക്ക് ഫോൺ ചെയ്തു. അപ്പത്തേക്കും ദിവ്യക്ക് അത് കുഴപ്പമില്ല, ഒരു മനസ്സിന്റെ മനസ്സോടെ അനിയനൊക്കെ ആയിട്ട് അഭിനയിക്കണോ, അഭിനയിക്കുമ്പോ നല്ല രീതിയിലൊരു റോളൊക്കെ ചെയ്താൽ പോലെ. എന്തായാലും മതിച്ചാന്റെ ഈ കഥ പറച്ചിലിൽ നമുക്ക് മനസ്സിലായി, മതിച്ചാട്ടൻ വിങ്ങുന്ന വേദനയോട് കൂടിയിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞതെന്ന്. ഇത് കാണുന്ന ഒരുപാട് അതെ. എന്നാലും ജസ്റ്റ് മിസ്സിനാ നമുക്ക് ആ തല എന്ന് പറയുന്ന പട്ടം നഷ്ടപ്പെട്ടത്. എല്ലാം നല്ലതിന് വേണ്ടി. ഓക്കെ. അപ്പൊ എന്തായാലും ശ്രീകുട്ടി, ഇനി നമ്മൾ കുറച്ചേരൊക്കെ സംസാരിച്ചു അല്ലേ? നമ്മൾ കമലദളത്തിന്റെ ഒരു കഥയിലോട്ട് പോയി, മതിച്ചാട്ടന്റെ കുറച്ച് പഴയ കാല കഥകളിലോട്ടൊക്കെ പോയി. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് റിസൾട്ട് ആണ്. ശ്രീകുട്ടി ഇന്നത്തെ ഈ റൗണ്ടിൽ പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകുട്ടി സേഫ് ആണോ അല്ലയോ എന്നറിയാനുള്ള സമയമാണ്. അപ്പോൾ റിസൾട്ട് പറയട്ടെ, ടെൻഷനൊന്നുമില്ലല്ലോ. എന്ത് റിസൾട്ട് വന്നാലും ഇന്ന് ഒറ്റയ്ക്ക് നേരിടണം, കാരണം പ്രശാന്തായിട്ട് ഇവിടെ ഇല്ല. ശ്രീകുട്ടി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ ശ്രീകുട്ടി. ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് സേഫ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു റിസ്കി ആയിട്ടാണ് സേഫ് ആയി ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്, ഡ്യുവറ്റ് റൗണ്ട്. അപ്പൊ അതിൽ നന്നായി പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജഡ്ജസ്, ഇനി അഞ്ജലിമാര് വരില്ലായിരിക്കും അല്ലേ? നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ? എനിക്ക് കോളൊക്കെ വന്നു തുടങ്ങിയെന്നേ. അഞ്ജലിയാണ്. ഡെയിൻ ഉണ്ടോ അവിടെ? ഡെയിനെ കിട്ടുമോ? ഡെയിൻ ഇപ്പൊ എവിടെയുണ്ട്? അല്ല, ഡെയിനെ സംസാരിക്കാൻ കിട്ടുമോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പോ തൃശ്ശൂരുള്ള അഞ്ജലി, എനിക്ക് പരിചയമുള്ള അഞ്ജലിമാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത് അഞ്ജലിമാരെ മാത്രം പിടിച്ചേക്കണേ? അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്ടെന്ന് അഞ്ജലി എന്ന് ആതിരയുടെ പേര് പറഞ്ഞപ്പോ, ആതിരയുടെ പേരല്ലേ, ആരുടെ പേര് പറഞ്ഞപ്പോ അഞ്ജലിന്ന് തെറ്റി പറഞ്ഞു. അപ്പൊ ഇവര് പിടിച്ചു. അപ്പൊ എനിക്ക് പരിചയമുള്ള പഴയ അഞ്ജലിമാരെ പോയി. അങ്ങനെയൊന്നും അല്ല. 2-3 കണ്ടസ്റ്റൻസിനെ വിളിക്കുമ്പോ അവരുടെ പേരൊക്കെ അഞ്ജലി അഞ്ജലി
പല പ്രാവശ്യം അഞ്ജലി, ആരും ഒരാളൊന്നും അല്ല. അത് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് എന്തോ ഉണ്ട്. പെരുമ്പാവൂർ 2-3 അഞ്ജലി. പറഞ്ഞ നാക്കെടുത്തില്ലാതെ പതയ്ക്കും വന്നു. ഓർമ്മയുണ്ട്. അഞ്ജലി എന്ന് മാത്രം പറയരുത്. അഞ്ജലിയാണോ? അതെ. അതെന്താ അങ്ങനെ പറയുന്നേ? അഞ്ജലി അവിടെ നിൽക്കൂ. ഷർട്ട് കഴിക്കാൻ പറയണു. അതല്ല, അമ്മുവിന്റെ അമ്മയാണത്. ശ്രദ്ധിച്ചൊക്കെ വേണം കേട്ടോ. അമ്മുവിന്റെ അമ്മയോ? ആ കീർത്തനെ വീട്ടിൽ അമ്മൂന്നല്ല. അതല്ല, ഇവിടെ സംസാരിക്കാം. നെടുമങ്ങാട് വെച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് തല്ലുണ്ടത് ഓർമ്മയുണ്ടോ? അതെല്ലാം ബസ് സ്റ്റോപ്പിൽ കിട്ടാറുണ്ട്. നെടുമ്പങ്ങാട് വെറുതെ അല്ല. അഞ്ജലി എന്ന് വിളിച്ചു വന്നിട്ട് നാട്ടുകാരൊക്കെ അത് അവളാ, ആ നന്ദന പോവാലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു കൊടുത്തതാ. നമുക്ക് എന്തോ ഒരു സങ്കടമായെന്നറിയോ? ആണോ? പിന്നെന്താ, കത്ത് കിട്ടിയായിരുന്നു അല്ലേ? കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി. അതാ ഓടി വന്നേ. ആണോ? അതെ, ഞാൻ ഈ അഞ്ജലിമാരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടേക്ക് പോവാം നമുക്ക്. അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ഇവിടെ സംസാരിക്കാലോ? വേണ്ട, ഇവിടെ അമ്മുവിന്റെ അമ്മ ഇന്ന് സംസാരിക്കാം. ഇങ്ങോട്ട് വാ. ഞാൻ അഞ്ജലി നോക്കിയിട്ട് ചവിട്ടി കൂട്ടിട്ട് നടക്കട്. എന്തായിരുന്നു എവിടെ അമ്മുവിന്റെ അമ്മ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. എനിക്കൊരു ടെൻഷൻ ഇല്ലാതല്ലേ. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളല്ലേ. തീരുമാനമായിട്ടില്ല. അങ്ങനെ ഇപ്പോഴേ തീരുമാനമാക്കല്ലേ അമ്മുവിന്റെ അമ്മ. അമ്മുവിന്റെ അമ്മ അമ്മൂമ്മേന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇത്ര നാള് ആശ്വസിച്ച് നാളെ വിളിച്ചത് അമ്മ നിന്നെ എന്ന് വിളി തുടങ്ങും. അമ്മു കേൾക്കണ്ട. അതാണ് ഭാഗ്യം, ഉറങ്ങായിരിക്കും. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരൊറ്റ എപ്പിസോഡിൽ അഞ്ജലി എന്ന് പറഞ്ഞ പേര് പറഞ്ഞപ്പോഴേക്ക് ഇത്ര അഞ്ജലിമാര് വരുവാണെങ്കിൽ ഇനിയുള്ള എപ്പിസോഡിൽ ഒരു 10-15 പെൺപിള്ളേരുടെ പേര് പറഞ്ഞ് ഇനി എന്തായിരിക്കും ഇവിടെ അല്ലേ? ഇവിടെ ജാഥയാവും. അതെ, ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന 24 ഒരു സംസ്ഥാന സമ്മേളനം ചെയ്യുന്ന പോലെ നമുക്ക് അഞ്ജലിമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തേണ്ടി വരും ഇന്നലേക്ക് ആണെങ്കിൽ. അപ്പൊ പിന്നെ ഡെയിനിന്റെ ആദരാഞ്ജലികളും കൂടെ നടത്താം. എന്താ? അല്ല, അഞ്ജലിമാരെല്ലാരും കൂടെ വരുമല്ലോ. പ്രേക്ഷകർക്ക് എന്നെ തേടി വരുന്ന അഞ്ജലിയെ കണ്ടിട്ട് എന്താ? അവർക്ക് നമ്മുടെ മത്സരമാണല്ലോ. വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിക്കാം. വേഗമായിക്കോട്ടെ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നിഖില. ഇത്തവണ ഞാൻ പാടാൻ പോകുന്നത് ഫേവറേറ്റ് സോങ് റൗണ്ടിൽ മകളെ പാതിമലരെ ചമ്പക്കുളം തച്ചൻ എന്ന ഫിലിമിൽ രവീന്ദ്രമാഷ് സംഗീതം ചെയ്തൊരു അടിപൊളിയായിട്ടുള്ള സോങ് ആണ്. ചെറുപ്പം മുതലേ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പാടണം എന്ന് ആഗ്രഹമുണ്ട്. ബാക്കി നമുക്ക് സ്റ്റേജിൽ കാണാം. നിഖില, എന്തോ ഒരു നാടൻ അറ്റയർ അല്ലേ? അതെ. കോസ്റ്റ്യൂമിനെ പറ്റി നമുക്ക് ഇപ്പൊ സംസാരിക്കണോ? അതോ മുണ്ടും വേഷ്ടിയൊക്കെ കൊടുത്ത് അതെ സംസാരിച്ച് തീർത്താ പിന്നെ പാട്ടിലേക്ക് നേരെ പാട്ട് കിടക്കാലോ. അത് പിന്നെ പറയാം. അതെ, പാട്ട് കഴിഞ്ഞിട്ട് പറയാം മതി. പാട്ടും ഡ്രസ്സും കൂടി നമുക്ക് മാച്ച് ആവുമെന്ന് നോക്കണല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ മകളെ പാതിമലരെ. ആഹാ, വീണ്ടും മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അറിയുന്നു
ആഹാ നൈസ് നൈസ് നൈസ്. നിഖില എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. കുഴപ്പമില്ലാതെയാണോ പാടിയത്? അല്ല, നന്നായി പാടി. ഓക്കെ, നന്നായിട്ട് തന്നെ പാടി. നന്നായി പാടി. എന്തായാലും ഈ വേഷവും ഈ പാട്ടും ആ നന്നായിട്ട് മാച്ചായി. ഇനി ബാക്കി പ്രശ്നങ്ങൾ പറയാം. ഒന്ന്, വോയിസിൽ കുറച്ചൊരു നെയ്സൽ ഇത് വരുന്നുണ്ട്, നെയ്സൽ ടോൺ വരുന്നുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഈ ബേസ് നോട്ട് വരുമ്പോൾ മനസ്സിൽ എന്നെ അറിയുന്നു, അത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. കാണാതെ തീരമണയുന്നു എന്നുള്ളതിൻ്റെ ഇതില്ലേ, കാണാത്ത തീരമണയുന്നു, ആ നോട്ട് അവിടെ കാണിക്കണം, എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ചരണം പ്രശ്നമില്ലാണ്ട് പാടി, നന്നായിട്ട് പാടി കേട്ടോ. ഉഗ്രനായിരുന്നു ചരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനുചേട്ടാ. മഞ്ജരി. നിഖില ചേച്ചി സുന്ദരി, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഡ്രസ്സിന്റെ കോമ്പിനേഷൻ എല്ലാം കൊണ്ട് എന്തോ ഒരു ചന്തം, ഒരു മാസ്മരികത. ഒരു പ്രത്യേക ചന്തം എന്നാണ് ഉദ്ദേശിച്ചത്. അതെ, മാസ്മരികമായ ഒരു ചന്തം. ബ്യൂട്ടിഫുൾ പാട്ട്, അസലായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഇതിനകത്ത് ശരിക്കും നിഖിലയുടെ ആ ഒരു ഫീല് അത് ഗംഭീരായിരുന്നു. മോളില്ലേ, മോക്ക് വേണ്ടിയാണോ? മോൾക്ക് രണ്ടുപേരും വേണ്ടിയാണോ? അച്ഛനോട് ചേർന്നിരിക്കുകയാണ്. ആ, മോക്ക് വേണ്ടിയാണോ പാടിയത്? ചേട്ടൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ അനുപല്ലവിയിൽ ഒരു സ്ഥലം, പിന്നെ നിന്നൊരു നോമനെ, അതന്നെ അതിന്റെ ആ ഒരു സസ്റ്റെയിനും അവിടെയുള്ള കുറച്ച് സ്ലിപ്പുകളൊക്കെ ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഞാൻ ശരിക്കും മതിമറന്നുപോയി. കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പാടിയത്. ആഭേരി രാഗത്തില് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഭീംപ്ലാസ് എന്നാണ് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു രാഗമാണ്. അപ്പോൾ അതിൽ കുറേ ഗസൽസ് വന്നിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു ഗസൽ അല്ല അത്, പക്ഷെ ഗസൽ ശാഖയിലാണ് എല്ലാവരും അതിനെ വർണ്ണിക്കുന്നത്. അത് മെഹദി ഹസൻ സാഹിബിന്റെ ഒരു കോമ്പോസിഷനാണ്. जिंदगी में तो सभी प्यार किया करते हैं, जिंदगी में तो सभी प्यार किया करते हैं, मैं तो मर कर भी मेरी जान तुझे चाहूंगा, जिंदगी में तो सभी प्यार किया करते हैं. क्या बात है. ആഹാ, അരെ വാ 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 വാ, ക്യാ ബാത്ത് ഹൈ. ഇങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കരുത് കേട്ടാ. എന്താ ഇത് ശരിക്കും നമ്മുടെ ഒരു ഭാഗ്യമാണ് അല്ലേ? സത്യം സത്യം. മനസ്സിങ്ങനെ എത്രയും സന്തോഷം ഉണ്ടാവുന്ന നിമിഷം മറ്റൊന്നുമില്ല. അവിടെ നിന്ന് സംഗീതം, ഇവിടെ നിന്ന് സംഗീതം, മുന്നിൽ നിന്ന് സംഗീതം, സംഗീതമയം. മയമാണ്. അതെ 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 അതെ. അപ്പൊ എന്തായാലും നിഖില, നമ്മുടെ 2 ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആശേച്ചിയിലോട്ട് പോവാം. ആശേച്ചി. നിഖില കുട്ടി, എന്തോ ഇന്ന് മോള് പാടുമ്പോഴും അതിനുശേഷം അത് പാടുമ്പോഴും ഒക്കെ മനസ്സിൽ നിറഞ്ഞു വന്നിരുന്ന ഒരു മുഖമുണ്ട്. ആരുടെ അറിയാം? മുരളി സാറിന്റെ. അങ്ങനെ ഒരു ആക്ടർ, തിരയൻ സാറിനെ പോലെ, മുരളി സാറിനെ പോലുള്ള ആക്ടേഴ്സ് നമ്മുടെ മലയാള സിനിമയുടെ അസറ്റ്സ് ആയിരുന്നു. അവരുടെ സിനിമകളൊക്കെ കണ്ട് ഇങ്ങനെ ആരാധിച്ച് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആക്ടേഴ്സ് ആണ് അവരൊക്കെ. ആ പാട്ട് ചൂസ് ചെയ്തതിന് വളരെ നന്ദി. കൺഗ്രാറ്റുലേഷൻസ് മോളെ, ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു നിഖില. എന്തായാലും നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സേഫ് ആയിരിക്കോ? അറിയില്ല, നോക്കാം. ഇപ്പൊ എന്തായാലും ഈ വീക്കിലെ സെക്കൻഡ് പെർഫോമൻസ് ആണ് അല്ലെ? ഒരു പെർഫോമൻസ് കഴിഞ്ഞു. ആ പെർഫോമൻസിൽ സേഫ് ആയിരുന്നു. ഇനി ഈ പെർഫോമൻസ് സേഫ് ആക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കൂളായി നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും അല്ലേ? ഉറപ്പാണോ? എന്ന് തോന്നുന്നു. റിസൾട്ട് പറയാം അല്ലേ? അതെ. നിഖില, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീക്കിലെ 2 പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സേഫ് ആയി അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജഡ്ജസ് ഇപ്പോൾ നമ്മൾ അമ്മ മകൾക്ക് വേണ്ടിയുള്ള പാട്ട് കേട്ടു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇമോഷണൽ ആയിട്ടൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പാട്ടുകളൊക്കെ കേട്ടത്. നമുക്ക് ഇനി ഒരു അടിച്ചുപൊളി പാട്ടായാലോ? എന്ത് പറയുന്നത് ചേട്ടാ? പിന്നെ കുറച്ച് ഫാസ്റ്റ് ആണ് അല്ലേ? നമ്മുടെ 2 മ്യൂസിക്കൽ വോയിസ് ഡ്യുവറ്റ് റൗണ്ടിലാണ് ഇനി പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം കീർത്തന ആൻഡ് ആതിര വിജിത്ത്.
ഹായ്, ഞാൻ കീർത്തന. ഞാൻ ആതിര വിജിത്ത്. ഞങ്ങൾ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് ഡ്യുവറ്റ് റൗണ്ടിലാണ്. ഞങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട് മനസ്സുമയക്കി ആളെ കൊടുക്കണം എന്ന് പറയുന്ന സോങ് ആണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ലെവൽ ബെസ്റ്റ് അവിടെ കൊടുക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ, അല്ലേ? അതെ അതെ. അപ്പോൾ പൊളിക്കല്ലേ? പൊളിക്കാം. വീണ്ടും ഇരട്ട കുട്ടികൾ, സെയിം കോസ്റ്റ്യൂം അല്ലേ? ഭയങ്കര ഒത്തൊരുമയിലാണ് ഡ്യൂറ്റ് ഇത് റൗണ്ടിൽ ഭയങ്കര ഒത്തൊരുമ. മറ്റേത് 2 കളറെങ്കിലും ആയിരുന്നു. അതെ അതെ. ഇത് സെയിം സെയിം കളർ, സെയിം ഡിസൈൻ, കണ്ണാടി നോക്കുന്ന പോലെ ഉണ്ടാവും. ശരി. അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടി ഡ്യൂറ്റ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. നല്ല ഒത്തൊരുമയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ പാട്ടിൽ ആ ഒരു ഒത്തൊരുമ കാണട്ടെ. ഓക്കെ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മനസ്സുമയക്കി. ഓക്കെ, കീർത്തന, ആതിര, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best, all the best. താങ്ക് യു. धादिना धगदिना तथा दिनक धादिना धगदिना तथा दिनक तिट तिट धगदिना गेन 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 तक तिट तिट धागद गेन 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 धादट धा धा धादट धा धा धादट धा धा. മനസ്സുമയക്കിയാളെ കൊടുക്കണ ചൂണ്ടേ നീട്ടേരെപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ ഉലകം നിറച്ച് രാഗം പൊഴിക്കണ വീണേ നീട്ടേരെപ്പുണ്ടേ മധുവാണി പെണ്ണിൻ ചുണ്ടുകൾ പുന്നാരമോതും പ്രാവുകൾ
വെരി ഗുഡ് വെരി ഗുഡ്. So, കീർത്തന, ആതിര, യെസ്. നല്ല ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തപ്പോഴേ നമ്മൾ ഇങ്ങനെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആണ് പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ് ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെയോ? അതെ അതെ, കുറച്ചും കൂടി ആവായിരുന്നു. ഓ, എന്നാ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. കീർത്തന, ചേട്ടാ. ആതിര, സർ. രണ്ടുപേരും നന്നായിട്ട് പാടി. നല്ല സെലക്ഷൻ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീകുട്ടൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. അപ്പൊ ഇത് അറബിയും ഒട്ടകവും പി മാധവൻ നായരും. ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഇതില്. പക്ഷെ അത് സിനിമയില് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ഗോപബാലൻ ഇഷ്ടമീരാഗ കോകിലയേ, കവിളിലു നാണച്ചാന്തു ചാർത്തും രാധികയേ, ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങണത്. ഓക്കെ. അതെ. അപ്പൊ എന്തായാലും രണ്ടുപേരും നന്നായിട്ട് പാടി. നല്ല സെലക്ഷൻ. ഡുവറ്റ് പാടാൻ പറ്റിയ പാട്ടാണ് രണ്ടുപേർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടി ബെറ്റർ ആയിരുന്നത് നമ്മുടെ ആതിരയാണെന്ന് തോന്നുന്നു. കീർത്തന ചില സ്ഥലത്തൊക്കെ ഒന്ന് ചെറിയ വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കറക്റ്റ് ഗ്രൂവിൽ വരാത്ത പോലെ ചില സമയത്ത്. പിന്നെ ചില മൈന്യൂട്ട് ശ്രുതി പ്രോബ്ലംസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. മഞ്ജരി, ഓ, ഈ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഇപ്പൊ ഇവര് പാടിയത്. ശരിക്കും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പാടി പോവാൻ തോന്നും. ഒരു പാട്ടിൽ നിന്ന് ഒരു പാട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ പാടാൻ തോന്നും. അത് ആ പാട്ടിന്റെ ഒരു വിജയമാണ് ശരിക്കും. ഇതിന്റെ ഒരു തുടക്കമില്ലേ, അതൊന്ന് ഇവര് വായിക്കട്ടെ നമ്മുടെ ഓർക്കസ്ട്ര, എന്നിട്ട് വേറൊരു പാട്ടിലേക്ക് കണക്ട് ചെയ്ത് പോവാം. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം നീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോ പെൺകിന്നരൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം നീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോ പെൺകിന്നരൻ. आकाशतो पिंकिन्नरन, कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय मैं तेरे कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान, हाय रे मैं तेरे कुर्बान, हाय रे मैं तेरे कुर्बान. ഇത്രയും നല്ല ഒരു ടൈപ്പ് ഓഫ് സോങ് ഇവിടെ കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഗംഭീരമായിട്ട് രണ്ടുപേരും പെർഫോമും കൂടെ ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും. സ്പെഷ്യലി നിങ്ങളുടെ കോസ്റ്റ്യൂമിൽ നിങ്ങൾ കൊടുത്ത ഒരു ഡെഡിക്കേഷൻ, അതുപോലെ ഡാൻസേഴ്സ്, ഓർക്കസ്ട്ര, എല്ലാം കൊണ്ടും കലക്കി. സൂപ്പറായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇന്നയാളെന്നുള്ളതല്ല, രണ്ടുപേരുടെയും സിംഗിങ്ങിൽ താളത്തിൽ നിന്ന് കുറച്ചൊന്ന് വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പാടി. ഒരു ഫാസ്റ്റ് പാട്ടൊക്കെ നമ്മൾ എടുത്ത് പാടുമ്പോൾ അതിനൊന്ന് അടിച്ച് പാടാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അടിപൊളി പാട്ടൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഇതൊന്ന് മനസ്സിലോട്ട് കയറ്റും. അതർവൈസ് സൂപ്പർ. താങ്ക് യു മഞ്ജരി. കീർത്തന, ആതിര, നിങ്ങളോട് ചോദിക്കും മുമ്പ് ഞാൻ ഈ ഓർക്കസ്ട്ര ടീമിനോടൊരു കാര്യം ചോദിക്കട്ടെ. ഇവരെല്ലാവരും ഒരു പാട്ട് അല്ലെങ്കിൽ 2 പാട്ട് പഠിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ ഏകദേശം ഇവർ പാടുന്ന, ഏകദേശം അല്ല 100% ഇവർ പാടുന്ന എല്ലാ പാട്ടുകളും ഇവിടെ ഇരുന്ന് ബൈ ഹാർട്ട് വായിക്കുകയാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതൊരു പ്രാക്ടീസിൻ്റെ ഒരു രീതി? എത്രയോ ഒരു 100 കണക്കിന് പാട്ടുകൾ ഒക്കെ മനസ്സിലുണ്ടാവും, പക്ഷേ എത്ര BGM, എത്ര താളവട്ടം, അതിനടുത്തത്, ഇതെല്ലാം ഒരു മനസ്സിൽ വേണ്ടേ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അതിലൊരു തിരുത്തുള്ളത്, ഇത്ര പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. ചില പാട്ട് നമ്മുടെ ഉള്ളിൽ കയറിയതുള്ളത് ഉണ്ടാവുമായിരിക്കും, പക്ഷെ കുറെ അധികം വരുമ്പോൾ അതെന്തായാലും നൊട്ടേറ്റ് ചെയ്യാണ്ട് പറ്റില്ല. നൊട്ടേഷൻ അറിയുന്ന ആൾക്ക് വായിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ വായിക്കുന്നതിൻ്റെ ആ ഒരു കോൺഫിഡൻസിലാണ് ഇവിടെ കുട്ടികൾ നിന്ന് പാടുന്നത്.
ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഒരു താളത്തിൻ്റെ ഒരു ത അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കറക്റ്റ് വീഴുന്നതനുസരിച്ചിട്ടാണ്, നിങ്ങളുടെ ഒരു കോൺഫിഡൻസിലാണ് അവരവിടെ നിൽക്കുന്നത്. അതൊരു ദൈവമേ ഗംഭീരം. ഇനി നിങ്ങളിലേക്ക് വരാം. എനിക്കിത് എപ്പോഴും ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഡേ. അല്ല, എന്തെങ്കിലും അങ്ങനെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേയിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞ ഇൻബോൺ ടാലന്റ് ആണ്, എക്സ്പീരിയൻസ്. നിങ്ങൾ രണ്ടുപേരും നല്ല രസമായിട്ട് പാടി, ഒരു ട്വിൻസ് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതൊരു കോമ്പറ്റീഷനാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. നിങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ പാടുമ്പോൾ തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് നിന്ന് പാടുമ്പോഴും മോൾക്കൊരു മാർക്ക്, ഈ മോൾക്കൊരു മാർക്ക്. അപ്പം എന്നെക്കാളും നന്നായി പാടുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ചിന്തയിലല്ല നിങ്ങൾ പാടുന്നതെന്ന് നിങ്ങൾ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക്, ദ കെമിസ്ട്രി ബിറ്റ്വീൻ യു ബോത്ത്, അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് എൻ്റെ നേരത്തെ ഡെയിൻ പറഞ്ഞ വാക്കാണ് വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ പവർ പാക്ക് പെർഫോമൻസ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മക്കളെ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടല്ല ഇവിടെ പെർഫോം ചെയ്തതെങ്കിലും ഇതൊരു മത്സരമാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും റിസൾട്ട് സെപ്പറേറ്റ് ആയിരിക്കും. ഈ ഒരൊറ്റ പെർഫോമൻസിനായിരിക്കില്ല റിസൾട്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഓരോ റിസൾട്ടാണ്. ഒരാൾ ചിലപ്പോൾ സേഫ് ആകാം, ചിലപ്പോൾ ഒരാൾ ഔട്ടാകാം. കീർത്തന ഈ വീക്ക് ഗോൾഡൻ ബസ്റ്റർ നേടിയ ആളാണ്. ഈ പ്രാവശ്യം ഡ്യൂട്ട് റൗണ്ടിൽ എത്തിയപ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ഇല്ല. പക്ഷെ മതിച്ചേട്ടൻ പറഞ്ഞത് അതുണ്ട്, അങ്ങനെയല്ല, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഗോൾഡൻ ബസ്റ്ററിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കും, അതാണ് എന്റെ പ്രശ്നം. അതിരാ ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസ് ആണ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൈയൊന്ന് ചേർത്തുന്നുള്ളൂ. രണ്ടുപേരും കാണാനായിട്ട് ഒരേപോലെയുണ്ട്. കൈയൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചെന്നു. രണ്ടാളുടെ റിസൾട്ട് ഒരുമിച്ച് പറയാം. ഓക്കെ, എന്ത് റിസൾട്ട് വന്നാലും നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ ഈ ഒത്തൊരുമയിൽ വന്നതുപോലെ തന്നെ ആ ഒരു ഒരുമയിൽ തന്നെ ആ റിസൾട്ട് ഏറ്റെടുക്കണം. ഓക്കെ കീർത്തന, അതിനെ പറയട്ടെ? പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും എന്ത് റിസൾട്ട് ആണെങ്കിലും ഈ കൈ അവിടം വരെ ഇങ്ങനെ മുറുക്കെ പിടിച്ചു പോകണം. ഓക്കെ, ഈ വേദിയിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് വന്നു, ഇറങ്ങുന്നതും ഒരുമിച്ച് തന്നെ. ഓക്കെ, റിസൾട്ട് പറയട്ടെ? കീർത്തന, ആതിര, ഇന്നത്തെ ഡ്യുവറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മാർക്കുകൾ നമ്മുടെ ജഡ്ജസ് ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകൾ കൂട്ടിയത് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൈവിടരുതെന്ന് പറഞ്ഞു, മറക്കരുത് ഇനി കേട്ടോ. സന്തോഷത്തില്. എന്തായാലും ഈ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടിൽ രണ്ടുപേരും നല്ല മാർക്കൊക്കെ മേടിച്ച് സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇതിലും നല്ല പെർഫോമൻസ് ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മുൻപോട്ട് കൊണ്ടുപോകാം അല്ലേ? മ്യൂസിക്കൽ വൈഫ് മെഗാ. അഞ്ജലി, എന്താ മോളെ ചക്കരേ, എന്താ നോക്കണേ? എന്ത് 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 കിട്ടീന്ന്? മോൾക്ക് മോളുടെ പേര് അഞ്ജലി എന്ന് പറയല്ലേ? അഞ്ജലി എന്നാണ് എന്റെ ഈ കത്തൊക്കെ മോളുടെ കയ്യിൽ ആരാ തന്നത്? ടു അഞ്ജലി, തലൂർ ദീപ്തി, LPS PO തൃശ്ശൂർ. അഡ്രസ് കറക്റ്റ് ആണല്ലോ. എന്റെ അമ്മയായിരിക്കും ചിലപ്പോ. ദീപ്തി സ്കൂള് ടീച്ചറിന്റെ പേരെന്താ? അഞ്ജലി. ആ, അങ്ങനെ പറ. അയ്യോ, ഞാൻ ഈ ക്ലാസ് എഴുതിയില്ല മോളെ. ഇതേ ടീച്ചർക്കുള്ള കത്തായിരുന്നു. എനിക്ക് അറിയണമെന്നൊന്നും അറിഞ്ഞൂടാ. എന്റെ കൈ കിട്ടി, എന്റെ പേരായിരുന്നു. ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഇങ്ങ് പോന്നു. അഞ്ജലി ടീച്ചർ എന്ത് പറയുന്നു? അഞ്ജലി ടീച്ചർക്ക് സുഖമായിട്ടിരിക്കുന്നു. എന്നെ പറ്റി ചോദിക്കാണ്ട് എന്നെ എന്താ വിളിക്കുന്നേ? ടീച്ചർ ദിവസം വൈകുന്നേരം ആവുമ്പോ ചേട്ടനാണോ ആരാണോന്നൊന്നും അറിഞ്ഞൂടാ, ചേട്ടനെ പോലൊരാള് നിക്കുന്ന സ്പോട്ടില് ഇങ്ങനെ കൈ ചൂണ്ടിട്ട് പറയും, ഇന്നും ആ വായി നോക്കി വന്നിട്ടുണ്ടെന്ന്. ചേട്ടനാണോ ആ വായി നോക്കി? അഞ്ജലി ടീച്ചർക്ക് സുഖല്ലേ? അഞ്ജലി ടീച്ചർക്ക് സുഖ. അപ്പൊ അഞ്ജലി മോള് വന്നേ. അഞ്ജലി ടീച്ചറെ പറ്റിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. ഇത് അവരൊക്കെ കണ്ടിട്ടുണ്ടോ? ആന്റിനെയും അപ്പൂപ്പനെയും കണ്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട് ആ പാവ ഓടി വന്നതാ. അതെ 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 അതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണേ. കൊണ്ടുവന്നാക്കാം. പാവം കുട്ടി. കൈ പിടിച്ചോ, ഓടിപ്പോവല്ലേ എവിടേക്കെങ്കിലും. മോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ അഞ്ജലി ടീച്ചറുടെ വീട്ടിൽ പട്ടിയുണ്ടോ? ഉണ്ടോ? ക്ലാസ്സൊക്കെ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ അഞ്ജലി ടീച്ചർ? അല്ല, ഈ ബൈക്കിൽ ചേട്ടൻ വന്ന് നിൽക്കുമ്പോ ശരിക്കും പറയും വഴി നോക്കിന്ന്? അത് മാറ്റി പറഞ്ഞോളൂട്ടാ. ഇപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം അൽക്ക. ഞാനിന്ന് പാടാൻ പോകുന്നത് ഫേവറേറ്റ് റൗണ്ടിലാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട് എസ് ജാനകി മാമും പി ജയചന്ദ്രൻ സാറും പാടിയ യമുനെ യദുകുല രതിദേവൻ എവിടെയെന്ന് പറഞ്ഞ സോങ് ആണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അൽക്ക, ഹായ്. സ്റ്റൈലൊക്കെ ഒന്ന് മാറി അല്ലേ? നല്ല രസമുണ്ട്. മുടിയുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറി. ഒരു വിന്റേജ് അല്ലേ? ഒരു പഴയ ഒരു സ്റ്റൈലാണ്. അപ്പൊ പഴയ ഒരു പാട്ടാണോ? അതെ, അതാണ്. ഏത് പാട്ടാ? യമുനെ. യമുനെ. ഭാഗ്യം അഞ്ജലി അല്ല. ഓക്കെ, അപ്പൊ യമുന എന്നുള്ള പാട്ടിന്റെ സ്പെഷ്യലൈസ് എടുത്തിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല. കുറച്ചാൾ മുമ്പ് യമുനെ നിന്നുടെ കയ്യിൽ പാട്ട് പാടിയില്ലേ? അല്ല, അതല്ല. യമുനെ നിന്നുടെ നെഞ്ചിൽ അതെ അതെ, നിറയെ കാർനിറമെന്ന്. പാടിയിരുന്നു. അതെ, ആ പാടിയിരുന്നു. ശരി. ഓക്കെ, എന്നാ പിന്നെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എനിക്ക് കുറച്ച് പണിയുണ്ട് അവിടെ, അതുകൊണ്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യദുകുലരതി ദേവനിവിടെ എവിടെ യദുകുലരതി ദേവനിവിടെ നീലപ്പീലി തിരുമുടി എവിടെ നീലപ്പീലി തിരുമുടി എവിടെ നിറകാൽ തളമേളമെവിടെ യദുകുലരതി ദേവനിവിടെ.
ദേവനിവിടെ രാധേ യദുകുലരതി ദേവനിവിടെ. അൽക്ക എന്തോ എങ്ങനെ നന്നായി പാടിയോ? ടെൻഷൻ ടെൻഷൻ എന്തിനായിരുന്നു ടെൻഷൻ? അറിയില്ല. എന്നിട്ട് അത് ആ ടെൻഷൻ പാട്ടിന് ബാധിച്ചോ? ആ ബാധിച്ചു എന്നാ കുട്ടി പറയണേ. അഞ്ജലി അസലായിരുന്നോ? ശരിക്കും ഒരു റെട്രോ, ഒരു വിന്റേജ് കാലത്തിലേക്ക് പോയി. അതെ, അവിടെ നിന്ന് ഒരു സുന്ദരി നിന്ന് ഇങ്ങനെ പാടുന്നു, സ്റ്റേജിൽ നിന്ന് പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു, നല്ല ഫീലായിട്ട് പാടി, അസലായിട്ട് പാടി. അപ്പൊ ഇതുപോലത്തെ എത്ര പാട്ടുകളുണ്ട്. ഈ ഒരു ഛായയിൽ വേറെ പാട്ടുകൾ പറയാൻ പറ്റുമോ? മൗന സരോവരമാകെയുണർന്നു. വേറെ ഏതാ? കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണീർ കണ്ണേ കലൈമാനേ കന്നിമയിലെ കണ്ടേനുனை நானே அந்திப்பகலுனை நான் பார்க்கிறேன் ஆண்டவனே இதைதான் கேட்கிறேன் ராரிராரு ஓராரிரு ராரிராரு ഓരാരിരോ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങും ഒരു തിടുക്കം എത്ര പാട്ടുകൾ. കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ഇലമ്പുലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കാവിൽ വന്നിരാരാ പൂരം കണ്ടില്ല മായക്കൈ കൊട്ടും മേളവും കേട്ടില്ല കാതൽ വന്നതും കന്നിയിനുള്ളം താരരാരരാരരാരരാ തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാനിടാൻ ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്തഭാഗ്യം ഇപ്പൊ പാടിയ ശ്ലോകം ജയമാഷിന് സമർപ്പിക്കുന്നു. ജയമാഷം നമ്മുടെ എല്ലാം വിട്ടുപോയ ജയമാഷിന്. ഓക്കെ, ഇനി നമുക്ക് അൽക്കയിലോട്ട് വന്നാലോ? അൽക്കയിലേക്ക് പോവാം. അൽക്ക, ഞാൻ അത് പറയാൻ മറന്നുപോയി. അൽക്ക നന്നായിട്ട് പാടി. താങ്ക് യു മാം. ചേട്ടാ അൽക്ക എന്തോ കൊള്ളാം, ഈ ഗെറ്റപ്പും കൊള്ളാം, താങ്ക് യു ആ ഗെറ്റപ്പും കൊള്ളാം. താങ്ക് യു. ഓക്കെ. പിന്നെ പാട്ട് അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. കുട്ടി നന്നായിട്ട് പാടി. ഓക്കെ, വെരി ഗുഡ്, നന്നായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, താങ്ക് യു ചേട്ടാ. ഓക്കെ. എൽക്ക എന്തോ മോളെ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്നറിയാം?
ഓരോ പ്രാവശ്യവും പറയുന്ന കറക്ഷൻസ് മനസ്സിലാക്കി പഠിച്ചിട്ട് വരുന്ന നല്ലൊരു കുട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അത് മോളുടെ പാട്ടിൽ നമുക്ക് മനസ്സിലാവുന്നു, ഇവരുടെ കമൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വെരി വെരി ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അൽക്ക, ഇന്നത്തെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ് അല്ലേ? ആദ്യത്തെ പെർഫോമൻസിൽ സേഫ് ആയിരുന്നു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഈ ഒരു ഫേവറേറ്റ് സോങ് റൗണ്ടിൽ അൽക്ക പാടിയതിന്റെ അടിസ്ഥാനത്തിൽ അൽക്ക ഇവിടെ സേഫ് ആകുമോ ഇല്ലയോ? സേഫ് ആകുമോ അറിയില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സേഫ് ആയിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം സേഫ് ആകണമെന്നില്ല. സേഫ് ആയാൽ മാത്രമാണ് നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് സേഫായി പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ എലിമിനേഷൻ നേരിടേണ്ടി വരും. ഓക്കെ? എല്ലാത്തിനും അതെ ഇല്ല ഇല്ല ഉവ് ഉവ് അറിയില്ല. ഇതുപോലെയൊന്നും ആയിരിക്കില്ല വീട്ടില്. ആഹാ വഴക്കാളിയായിരിക്കും, ബഹളോ. ശരിക്കും കുറുമ്പ് പറയണെങ്കിൽ നമ്മൾ കാനഡയിലേക്ക് വിളിക്കണം. 2020 സിനിമയില്ലേ, അതില് ലാലേട്ടനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല, മറ്റേ കോടതിയിലെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവിടെ ഇറങ്ങിയിട്ട് കത്തി വലിച്ചൂരി അത് മുണ്ടൊക്കെ മണക്കെ കുത്തി ചെരുപ്പ് അവിടെ കൊണ്ടിട്ടുണ്ട്. അതുപോലെ ആൾക്കൊരു പോക്കുണ്ട്. അപ്പൊ അൽക്ക, അപ്പൊ ഇനി അൽക്കയുടെ റിസൾട്ട് പറയാനുള്ള സമയമാണ്. പറയട്ടെ, എന്ത് റിസൾട്ട് വന്നാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അൽക്ക, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതുവരെ പരിപാടി ഓക്കെ ആണ്, ഞങ്ങൾക്ക് പാവമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ചെയ്തോ, ഇനി ക്യാരക്ടർ സ്വിച്ച് ചെയ്തോ. ലാലേട്ടനായിട്ട് തന്നെ പോക്കും. ചേട്ടാ, ലാലേട്ടൻ്റെ മ്യൂസിക് ഒന്ന് ഇട്ട് കൊടുത്തേ. ബൈ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 2 മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ് ബാബു ആൻഡ് ആതിര വിജയൻ. ഇത്തവണ ഞങ്ങൾ ഡ്യുവറ്റ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. എനിക്ക് പാർട്ട്ണറായിട്ട് കിട്ടിയിരിക്കുന്നത് ആതിര വിജയനെയാണ്. ഞങ്ങൾ ചാപ്റ്റർ 1 മുതൽ ഒന്നിച്ചുള്ളവരാണ്. ഞങ്ങളിന്ന് കുമാരസംഭവം എന്ന് പറഞ്ഞ മൂവിയിലെ മായാ നടന വിഹാരിണി എന്ന സോങ്ങാണ് പാടുന്നത്. ഇത്തിരി സെമി ക്ലാസിക്കൽ ടച്ചൊക്കെയുള്ള സോങ്ങാണ്. ഞങ്ങൾ നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ 100% സ്റ്റേജിലും കൊടുക്കാൻ പറ്റണേന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ പൊളിക്കൂലേ? പിന്നെ ഇതെന്താ എല്ലാരും ഒരുങ്ങി തിരിച്ച് രണ്ടും കൽപ്പിച്ചാ. ഏത് പാട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പാടാൻ പോകുന്നത്? രണ്ടുപേരും ചാപ്റ്റർ 1 മത്സരാർത്ഥികളായിരുന്നു അല്ലേ? അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും എത്തുകയാണ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞങ്ങൾ കുമാരസംഭവം എന്നുള്ള മൂവിയിലെ മായാ നടന വിഹാരിണി എന്നുള്ള സോങ്. ഓക്കേ, അപ്പൊ എന്തായാലും തടുത്തോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
പാത്രങ്ങൾ അനുഭൂതികളുടെ മധുര വിരുന്നിതു നുകരൂ 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 അനുഭൂതികളുടെ മധുര വിരുന്നിതു നുകരൂ 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 മന്നവാ നുകരൂ 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 മായാ നടന വിഹാരിണി നടന 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 വിഹാരിണി ഗമപദനി മാനസ മോഹന രൂപിണി മകരി സനി മായാ നടന മഗ പമ നമ ധനി പദനി മാനസ മോഹന മകരി സ പമഗരി ഗമ പദനി മായാ പദനി സാനി സാമ പദനി ധനി ഗമനി ധ പദനി മാനസ മകരി സരി സ നിധ ഗമ പഗ മദനി മദ സദനി മായാ നടന വിഹാരിണി നിധ പമഗ സ സ സ സ സനി ധ പമഗ ഗ ഗ ഗ മകരി സനി ധ ധ ധ ധ ധനി സ ധ സനി പദനി പദ ക ഗമ പദരി സ പമഗ സ മഗ മ നിധ നി പദനി സ മകരി സനി രി സനി ധ പദ ധനി സനി സനി ധനി പദ ധനി ധ പദ പമഗ മ പ സനി സനി നിധ നിധ മഗ മഗ സ മഗ മ നിധ നിധ മഗ 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 രി സനി ധ രി സ രി സ രി സ രി സ ഗമ പദ രി സ നിധ പ മഗ ധ ഗമ പദ നിധ പദനി പസനി ധനി സ ഗരി സ മഗ മ നിധ നി സനി ധ പ മഗ മഗ പ മദ പ നിധ ഗമ പദ നി സ പമ മഗ ഗ സ നിധ ധ പ പ മ സനി നിധ പദ ഗമ പദ രി സ നി സ നി സ നി ധ നി ധ നി ധ പദ പദ മ ഗമ പദ രി സ നി സ നി ധ പ മ പദ നി രി നി ധ പദ പ പ മഗ സ ഗമ പ ധനി പദ നി പ മ രി സ രി മ പദ നി സ രി മ രി സ നി പദ നി സ നി പ മഗ മഗ സ നി സ ഗ സ ഗമ പ ഗമ പ നി സ ഗ മഗ രി സ രി സ ധ നി പ ഗ മ രി സ ഗമ ധ നി സ രി ഗ മ രി സ നി ധ മഗ രി സ രി ഗ സ രി ഗ മ ഗമ ധ നി മ ധ നി മ ധ നി ഗ രി സ ഗ രി നി സ രി നി സ നി പ മ പ നി മ പ ഗ രി സ നി സ ഗ സ ഗ മ പ നി സ സ മ ഗ മ പ സ ഗ മ പ ധ രി സ സ മ ഗ മ ഗ രി സ നി ധ നി സ പ നി ധ ഗ മ പ ധ നി ധ നി ധ നി മ സ ഗ മ പ ധ മ ഗ മ പ ധ നി ധ മ പ ധ നി സ നി പ ധ സ നി രി സ ധ നി സ നി ഗ രി മ മ മ ഗ മ ഗ മ ഗ മ ഗ ഗ രി സ മ ഗ രി ഗ രി സ മ ഗ രി മ ഗ മ ഗ നി ധ രി സ പ മ സ നി ധ പ ഗ രി സ നി ധ പ ധ നി സ നി ധ പ മ പ ധ നി ധ പ മ ഗ മ പ ധ പ മ ഗ സ മ ഗ മ പ ധ നി സ മ ഗ രി സ നി ധ നി സ ഗ രി പ ധ നി രി സ നി ധ പ മ പ ധ നി ധ രി സ നി ധ നി ഗ രി സ നി സ നി സ രി നി സ ഗ നി സ മ ഗ സ നി ധ സ നി ധ നി ധ പ ഗ മ പ ധ പ മ പ ധ നി ധ പ ധ നി സ രി രി സ നി രി സ നി സ നി ധ പ ധ നി സ രി ധ നി സ രി സ നി സ ഗ രി സ മ ഗ രി ഗ രി സ രി സ നി ഗ രി സ നി ധ രി സ നി ധ പ ഗ മ പ ധ നി മായാ നടന വിഹാരിണി മാനസ മോഹന രൂപിണി മാരവികാര തരംഗിണി മദനൊരുക്കിയ പൂക്കണി മായാ നടന വിഹാരിണി നടന 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 വിഹാരിണി. വാവ് സൂപ്പർ സൂപ്പർ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആദ്യം തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ ഒരു വലിയ കൈഡി. താങ്ക് യു താങ്ക് യു. ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മത്സ്യേട്ടാ, ശ്രുതി എസ് ബാബു ആൻഡ് ആതിര വിജയൻ. സർ ഇത് വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ മത്സരവേദിയിൽ പാടാനായിട്ട് കേട്ടോ. അത് രണ്ടുപേരും ഭൂരിഭാഗം വളരെ നന്നായിട്ട് തന്നെ എല്ലാം പാടിയത് ഉഗ്രനായിട്ട് പാടി രണ്ടുപേരും. സർ താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും കർണാട്ടിക് കച്ചേരി ചെയ്യുന്ന ആൾക്കാരാണോ? ഞാൻ അല്ല കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. ശ്രുതി ചെയ്യാറുണ്ട്. ആ അത് സ്വരങ്ങളൊക്കെ പാടണ കേട്ടാലും അറിയാം കുറച്ച്. എനിക്ക് പ്രശ്നം തോന്നിയത് ഈ ചില സ്ഥലങ്ങളിൽ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ കുറച്ചിങ്ങനെ വലിഞ്ഞ് പോകണ്ടായിരുന്നു. കറക്റ്റ് ഗ്രൂവിൽ അല്ലാതെ വലിഞ്ഞു പോകണ്ടായിരുന്നു. പിന്നെ ഈ രാഗം മാറില്ലേ, രാഗമാലികയിലെ സ്വരങ്ങൾ മാറുമ്പോൾ ചില നോട്ട്സ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് രണ്ടുപേർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ വളരെ നേരം ഈ താളം കറക്റ്റ് മെട്രോണോം ഇട്ടിട്ട് പാടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രശ്നം അതിൻ്റെ കറക്റ്റായിട്ട് അറിഞ്ഞേനെ.
എന്തായാലും ആ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം എവിടെയും നിന്നു പോവാതെ ഇത്രയും സ്വരങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് ഇവിടെ പാടിയതിന് സൂപ്പർ കേട്ടോ. അതിന് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, മഞ്ജരി. ശ്രുതിയും ആതിരയും വളരെ മനോഹരമായിട്ട് പാടി. അസാധ്യമായിരുന്നു. ഈ പാട്ട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ആ സ്വരങ്ങൾ വരുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രാ പ്രാക്ടീസ് വേണ്ടിയിരുന്നു. നിങ്ങൾ പാടുന്നുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് ഡൗട്ട്ഫുൾ ആവുക എന്ന് പറയില്ലേ, നമുക്കൊരു ഡൗട്ട് തരികയാണ് അവിടെ എന്തോ കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ, അങ്ങനത്തെ ഒരു ഡൗട്ട് നമ്മളിലേക്ക് തരരുത്. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം 100% കോൺഫിഡന്റ് ആയിരിക്കണം പാട്ടുമായിട്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ നിങ്ങൾ ഒരുമിച്ച് ഡ്യുവറ്റ്സ് പാടുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുക. അതല്ലാതെ ഇന്നത്തെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ശരിക്കും സ്റ്റേജിൽ നിന്ന് 2 ക്ലാസിക്കൽ പഠിച്ച ആൾക്കാർ പാടുന്ന ഫീൽ തന്നെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പോയി പാട്ട്, സൂപ്പർ ആയിരുന്നു. ശ്രുതി, ആതിര ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഒരു മുള്ളിലിരിക്കുന്ന ഒരു ഫീലാണ്. ഈശ്വര അവസാനം വരെ തെറ്റാണ്ട് പാടി അവസാനിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരാൾ പോലും തെറ്റാതെ, ഒരു സ്വരം പോലും തെറ്റല്ലേ എന്ന് പ്രാർത്ഥിച്ചാല് താളമൊന്നും പോലെ ഇടഞ്ഞും ഒക്കെ ഒരുപാട് താളങ്ങൾ അദ്ദേഹം അതിമനോഹരമായിട്ടാണ് കേട്ടോ വായിച്ചത്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ട്. അത് ആദ്യം അസാധ്യ ധൈര്യമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അതിന് വലിയൊരു കൈയടി. ആ ധൈര്യമാണ് മ്യൂസിക്കൽ വോയിസ്. എക്സാക്ട്ലി. ആ ഒരു നമ്മൾ ഭാര്യമാരുടെ ധൈര്യം എന്ന് പറയാം. എന്ത് രസമായിട്ടാണ് ആ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ രണ്ടുപേരും ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ള ഒരു സോങ് വന്ന് നിന്ന് നിങ്ങൾ രണ്ടുപേരും പാടിയപ്പം റിയലി പ്രൗഡ് ഓഫ് യു ബോത്ത് കേട്ടോ. ആ ഒരു ധൈര്യം, ആ ധൈര്യത്തിന് സല്യൂട്ട്. താങ്ക് യു ചേച്ചി. ആതിര, ശ്രുതി, എന്തായാലും നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റിസൾട്ട് ആണ്. അതെ, നമുക്ക് എന്തായാലും ഈ ഒരു പെർഫോമൻസിന് ഞങ്ങൾ സത്യം പറഞ്ഞ ആഗ്രഹിച്ചിരുന്നു ഒരു ഗോൾഡൻ ബസർ കിട്ടണേ എന്ന്. പക്ഷെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ കാരണം അത് നേടാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും സേഫ് ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആയിരിക്കോ മഞ്ജുചേട്ടാ, മഞ്ജരി? അവർക്ക് എന്താ തോന്നുന്നത്? പറഞ്ഞോളൂ. സേഫ് ആയിരിക്കും. ആതിര സേഫ് ആയിരിക്കോ? അത് അറിയില്ല. ശ്രുതി സേഫ് ആയിരിക്കോ? സേഫ് ആവണം, സേഫ് ആവണം ആഗ്രഹം. ഓക്കെ, ഒന്നാക്കി തരുമോ? എന്നാ പിന്നെ രണ്ടുപേരും സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അല്ല, ഡെയിനോട് അവര് ചോദിക്കായിരുന്നു എന്നാ ഒന്ന് സേഫ് ആക്കി തരുമോ, കൂടുതൽ വർത്താനൊന്നും. ശരി, അപ്പൊ എന്തായാലും ശ്രുതി, ആതിര രണ്ടുപേരുടെയും ഈ വീക്കിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസിൽ രണ്ടുപേരും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ നമ്മുടെ മത്സരം, ഇന്നത്തെ മത്സരം എന്താ അവസാന ഘട്ടങ്ങളിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അടുത്തതായിട്ട് ഡ്യുവറ്റ് റൗണ്ട് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിലെ ഗോൾഡൻ ചെയർ നേടിയെടുത്ത ഒരാളും കൂടെ അതേപോലെ തന്നെ ഇതിനു മുമ്പ് ഗോൾഡൻ ചെയർ നേടിയെടുക്കുകയും ചാപ്റ്റർ 4 വിന്നർ ആവുകയും ചെയ്ത കണ്ടസ്റ്റന്റിനെ നമുക്ക് വിളിക്കാം. അവരുടെ ഒരു ഡ്യുവോ കോംബോ. ലെറ്റ്സ് വെൽക്കം ആതിര PT ആൻഡ് ജോയ്സ്. ഇന്ന് ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടില് ഞങ്ങളാണ് പെയർ വന്നിട്ടുള്ളത്. അയാൾ കഥ എഴുതുകയാണ് എന്ന് പറഞ്ഞ സിനിമയിലെ എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ആകാശത്താമര പോലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനം. അതാണ് ഞങ്ങൾ പാടാൻ ഉദ്ദേശിക്കുന്നത്. രവീന്ദ്രമാഷാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓർക്കസ്ട്ര ചെയ്തത് ശരത് സാറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ നന്നായി പാടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കാം. പുലിക്കുട്ടികൾ. അതെ. അപ്പൊ എന്തായാലും ജോയ്സ് ഈ ഇടയായിട്ട് ഭയങ്കര അൽക്കയുടെ ക്യാരക്ടർ പിടിക്കണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ജോയ്സ് എപ്പോഴും വരുമ്പോൾ നമ്മുടെ ഗോൾഡൻ കസേരയ്ക്ക് മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ് ഇട്ടിട്ട് വരും. എങ്ങാനും കിട്ടിയാലോ, അപ്പൊ അവിടെ നമ്മളെ സ്റ്റൈലായിട്ട് ഇരിക്കാലോ. സത്യം ഞാൻ വിചാരിച്ചോളൂ ജോയ്സിനെ ഇന്ന് കണ്ടേയില്ലല്ലോ എന്ന്. അതെ, മനസ്സിൽ ആലോചിച്ചുള്ളൂ, അപ്പോഴത്തേക്കും വന്നു. ദീർഘാസായിട്ടിരിക്കട്ടെ. മനസ്സിൽ വിചാരിച്ചാൽ ജോയ്സ് അവിടെ എത്തും. ശരിക്കും ആലോചിച്ചു ഞാൻ. അപ്പോ ആതിര PT ഇന്നത്തെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗോൾഡൻ ചെയർ നേടിയെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വീക്ക് സേഫ് ആണ് അല്ലേ? എന്നാലും നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം. നമുക്ക് ഈ ഒരു വീക്കും ഗോൾഡൻ ചെയർ നിലനിർത്തണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോയ്സ്, ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആകാശത്താമര പോലെ. വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള. അപ്പൊ ഞങ്ങൾ കേൾക്കാൻ ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
പാതി വിടന്ന എന്താ ഇവിടെ സംഭവിച്ചേ? രണ്ടുപേരും കലക്കി. എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും സോങ് സെലക്ഷന് ഒരു വലിയ കൈയടി. ആതിര, ജോയ്സ്, നല്ല സെലക്ഷൻ. ഉഗ്രൻ പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്. ഒരു സ്റ്റേജിൽ പാടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. രണ്ടുപേരും നന്നായിട്ട് പാടാൻ ശ്രമിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, കുറച്ചും കൂടി ഇത് പെർഫെക്ഷൻ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നി. പക്ഷെ ചില ടഫായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പാടി, ചില ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കുറച്ച് മോശമായിട്ടും പാടി. ഇപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്യണമായിരുന്നോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളോട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് ഇത് പാടിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനിയും നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മധുചേട്ടാ. മഞ്ജരി, ബ്യൂട്ടിഫുൾ സെലക്ഷനും കോറിയോഗ്രഫിക്കും ആദ്യമായിട്ടൊരു വലിയൊരു കയ്യടി. എത്ര പ്രാക്ടീസ് ചെയ്താലും മതിയാവാത്തൊരു പാട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. എന്നാലും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷനിൽ എത്തണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഇതിപ്പോൾ ഇതിനെ മുറിച്ച് സർജറി ചെയ്തിട്ട് പറയാനും മാത്രം ഇല്ല. കാരണം നിങ്ങളിത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കണം, ഒന്നുകൂടെ ഒന്ന് പഠിക്കണം. അറ്റംപ്റ്റിന് ഞാൻ വലിയൊരു
ഐ ഡി വരുന്നു. ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ ഈ ഒരു ധൈര്യം കണ്ടിട്ടില്ല. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് ഇനി പഠിച്ചു പാട്. ആതിര ജോയ്സ് എല്ലാവരും കേട്ട് തഴമ്പിച്ച ഒരു പാട്ടാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. നിങ്ങളുടെ അറ്റംപ്റ്റ് ഇസ് വെരി ഗുഡ്. നന്നായി പാടിയെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്താലും അത് എൻജോയ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ലവ് യു ബോത്ത്. അപ്പൊ നമുക്കിനി റിസൾട്ട് അറിയാം അല്ലേ? നമ്മുടെ 3 ജഡ്ജസിന് ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ജോയ്സ് ഇപ്പൊ ഓക്കെ അല്ലേ? ടെൻഷനൊന്നുമില്ല, കൂളാണ്. അതിര കഴിഞ്ഞ ആഴ്ച നമുക്ക് ഗോൾഡൻ ചെയർ കിട്ടിയതുകൊണ്ട് ഈ ആഴ്ച സേഫ് ആണ്. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഈ ഒരു പാട്ട് സെലക്ഷൻ ഒരു വലിയ ഗൈഡിന്ന്. പക്ഷെ അത് തിരുത്തിക്കൊണ്ട് നമ്മുടെ ജഡ്ജ് മധുചേട്ടൻ പറഞ്ഞു വലിയ പാട്ട് എടുക്കുന്നതിലല്ല, നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ള പാട്ട് സെലക്ട് ചെയ്യുന്നതിലാണ് കാര്യം. കാരണം ഇത് കോമ്പറ്റീഷനാണ്. പാളിച്ചകൾ അതെ, പാടില്ല. നിങ്ങളുടെ ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കും. നമ്മളിനി അറിയാൻ പോകുന്നത് ജോയ്സിന്റെ റിസൾട്ടാണ്. ജോയ്സ് വന്നപ്പോൾ തൊട്ട് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു പാട്ട് കഴിയുമ്പോൾ പെർഫോമൻസ് സാധാരണ അങ്ങനെയാണല്ലോ, ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ആളൊന്ന് ഉഷാറാവാറുണ്ട്. പക്ഷെ ജഡ്ജ്മെന്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ആളൊന്ന് തളർന്നു. ഇപ്പോൾ റിസൾട്ട് പറയട്ടെ. എന്തായാലും നമ്മുടെ 3 ജഡ്ജസും ജോയ്സിന് മാർക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മാർക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ ആ റിസൾട്ട് പറയുന്നത് ജോയ്സ് യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. സമാധാനായാലോ അതില? ഇവിടെ ചോദിക്കട്ടെ ആദ്യം അല്ലേ? സമാധാനായാലോ? 2 പേര് സേഫ് ആയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന്. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പാടാൻ പറ്റുന്ന പാട്ട് തന്നെ മാക്സിമം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച പോലെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ 7ാം വാരത്തിലെ എലിമിനേഷൻ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരാളാണ് ഇന്നത്തെ എലിമിനേഷനിൽ എത്തിയിട്ടുള്ളത്. ആ ഒരാളെ നമുക്ക് സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം അമൃത ജയകുമാർ. അമൃത ഒറ്റയ്ക്കാണ്, കൂട്ടുകാരികളെല്ലാം സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരാളാണ് ഈ 7ാം വാരത്തിൽ ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. ടെൻഷൻ ഒന്നുമില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് വന്ന് പോരാടും അല്ലേ? ഒറ്റയ്ക്ക് വന്നവനാ അല്ലേ? അപ്പൊ അറിയാലോ, ഏറ്റവും നന്നായി പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ പാടുക കേട്ടോ. അവിടെ കാണണം ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അമൃത. താങ്ക് യു സർ. നന്നായി പാടും മോളെ. താങ്ക് യു മാം. അമൃത ധൈര്യമായിട്ട് പാടാം. ഓക്കെ, താങ്ക് യു. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി.
ബ്യൂട്ടിഫുൾ Very nice. ബ്യൂട്ടിഫുൾ. വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ അസ്സലായിട്ടുണ്ട്, വെരി നൈസ് വെരി നൈസ്. താങ്ക് യു. അമൃത ഒറ്റയ്ക്ക് എന്താ ആയിക്കൊരു ബലൂല്ലാത്ത അത് ബലൊക്കെ പോയല്ലോ. അമൃത ഒറ്റയ്ക്ക് എലിമിനേഷനിൽ നിന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നോ? ആ അമൃതയുടെ പാട്ടിനൊരു കൈയ്യടി കൊടുത്തേ. കണ്ടോ? അത് സേഫ് ആണോ ഡേഞ്ചർ സോണിലാണോ എന്നുള്ളതല്ല, അമൃത എന്ത് ഭംഗിയായിട്ടാ പാടിയെന്നുള്ളതാണ്. ഉഗ്രൻ വോയിസും ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കേട്ടപ്പോഴേ ജസ്റ്റ് ആ വോയിസ് മാത്രം കേട്ടപ്പോ ഉഗ്രനായിരുന്നു. പലപ്പോഴും ആർട്ടിസ്റ്റിന് എന്ത് പറ്റുന്ന വെച്ചാല് എല്ലാ ഓർക്കസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും. ഒറ്റയ്ക്ക് ഒരു കീബോർഡ് മാത്രം വെച്ച് പാടുമ്പോ ആണ് ശരിക്കും ക്ലിയർ ആയിട്ട് അയാളുടെ കഴിവ് മനസ്സിലാക്കുക. അപ്പൊ അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ഭംഗിയായിരുന്നു. താങ്ക് യു മനസ്സിലായിട്ട് പാടിട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് അമൃതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മിന്നലെ മിന്നലെയാണ്. ഇവിടെ വന്ന് തകർത്ത് പാടി. അല്ലെ, അതിന് വല്ലാനുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടില്ല. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. അതുപോലത്തെ പെർഫോമൻസ് ആണ് ഇവിടെ വേണ്ടത്, നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് കഴിഞ്ഞല്ലോ. അപ്പൊ സേഫ് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തും അടുത്ത റൗണ്ടിൽ. വാക്കാണോ? വാക്കാണ്. അപ്പൊ റിസൾട്ട് പറയണ്ടേ? അതിനു മുമ്പ് നമുക്ക് കുറച്ച് വോട്ടിംഗ് ഒക്കെ രേഖപ്പെടുത്താനുള്ള ഒരു ചടങ്ങുണ്ട്. നമുക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാലോ? പറയാം. അപ്പൊ എന്തായാലും എല്ലാരും വോട്ടുകളൊക്കെ രേഖപ്പെടുത്തിയല്ലോ. അപ്പോ അമൃത ഈ വേദിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വോട്ട് കാണിച്ചോളൂ. ആഗ്രഹിക്കാത്തവരോ? 6 വോട്ട് അല്ലേ? എന്റെ ദൈവമേ, ആഗ്രഹമില്ല നിൽക്കണ്ട എന്നുള്ള ഒരു ആഗ്രഹമുള്ളവര്. നിങ്ങളൊക്കെ ഇത്രക്കാരായിരുന്നല്ലേ? തെറ്റൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചത് എന്താ, ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കണം. ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ട് ഓരോ വാക്കുകൾ പറയുന്നതെന്ന് അറിയോ? എന്റെ ചോദ്യം എന്തായിരുന്നു? അമൃത ഈ വേദിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വോട്ട് കാണിക്കുക. എന്തൊരു ആവേശമായിരുന്നു. എന്തായാലും ആ വോട്ടൊക്കെ കാണിച്ചു. 1 2 3 4 5 6 വോട്ട് അമൃത ഇവിടെ നിൽക്കേണ്ടതാണ്. 4 വോട്ട് ഓഫ്. അപ്പൊ ഭൂരിപക്ഷം കുറഞ്ഞ അമൃത. എന്തായി ഇപ്പോ? ശ്രദ്ധിക്കണ്ടേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറില്ല. ഞാൻ അങ്ങനെ ചോദിക്കാതെ പലതും ചോദിക്കും. ക്ലിയർ ആയില്ല ഞങ്ങൾക്ക്, അതുകൊണ്ടാണ്. ശരി ഇതിന്റെയൊക്കെ ഇടയിൽ അമൃത ഇങ്ങനെ തീ തിന്നോണ്ടിരിക്കുക. അതെ. അപ്പൊ അമൃത ഇവിടെ നിൽക്കണ്ടെന്നാണ് ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം ഇവർക്ക്. ഇനി ആഗ്രഹമുള്ളവരോ ചോദിക്കേ? ചോദ്യം ശ്രദ്ധിക്കണം. അമൃത ഇവിടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ലവിന്റെ ചിഹ്നൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഡിസൈൻ വർക്കാണ് ഫുള്ള്. എല്ലാരും ഉണ്ടോ? പാട്ടൊന്നല്ല ശ്രദ്ധിക്കുന്ന. പാട്ട് പാടുന്ന നേരത്ത് റൈറ്റ് ഇടാ, ടിക്ക് ഇടാ, ലവിന്റെ ചിഹ്നം വരയ്ക്ക. ശരി, എന്തായാലും എല്ലാരും അമൃതയ്ക്ക് തന്നെയാണല്ലോ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ റിസൾട്ട്. അമൃത പാടിയ പാട്ടിന് നമ്മുടെ ജഡ്ജസ് മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കും ഈ ഒരു വോട്ടിംഗ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരാളേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും അമൃതയ്ക്ക് വോട്ട് ചെയ്യും. അപ്പോ അമൃത, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, റിസൾട്ട് പറയുവാണ്. അമൃത, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഹാപ്പി ആയല്ലോ? ഓടിപ്പോയി അവിടെ ഇരുന്നോളൂ. അപ്പൊ ഇനി മിടുക്കിയായിട്ട് പാടുക അടുത്ത റൗണ്ടില്. അവിടെ അമൃത ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരൊക്കെ പ്രത്യേകിച്ച് കാണണം കേട്ടോ. അവിടെ അവരുടെ അടുത്ത് തന്നെ പോയിരുന്നോളൂ. എല്ലാരും കണ്ടു. അവരൊക്കെ അതുകൊണ്ടല്ലേ പിന്നീട് ലവ് സൈനൊക്കെ വരച്ച് കാണിച്ചത്. അല്ല മജേട്ടാ, ഞാൻ ആലോചിക്കും, ഇത് ശരിക്കുള്ള വോട്ടാണെങ്കിലോ ആ ഒരു വോട്ട് പോയില്ലേ? അതെ, ശ്രദ്ധ. ആ ഓരോ ചിഹ്നം ശ്രദ്ധിച്ചു വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അതേപോലെ ഓരോ ചോദ്യം ശ്രദ്ധിക്കണം.
ജഡ്ജസ് നമ്മൾ രണ്ടുപേരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടുപേരും ഇന്നത്തെ പെർഫോമൻസിന് ഗോൾഡൻ ബസർ നേടിയെടുത്ത ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? ആരായിരിക്കും ഇന്ന് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്നത് എന്നറിയാൻ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ്. അതെ, അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീകുട്ടി ശ്രീനാഥ് ആൻഡ് കീർത്തന. ശ്രീകുട്ടി, കീർത്തന. ശ്രീകുട്ടിയുടെ 2ാം പ്രാവശ്യമാണ് ഗോൾഡൻ ബസർ നേടുന്നത് അല്ലേ? കീർത്തനയോ? ആദ്യത്തെ പ്രാവശ്യമാണ്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം തന്നെ ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കണം ആഗ്രഹമുണ്ട് അല്ലേ? ആഗ്രഹമുണ്ട്. പിന്നെന്താ വിട്ടുകൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ ഫ്രണ്ടിന് വേണ്ടി? അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, അതാ ചോദിക്കുന്നേ. എനിക്കറിയില്ല, ഞാൻ നിങ്ങളുടെ തോന്നലൊക്കെ നിങ്ങൾ തന്നെ പറയണ്ടേ. അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് വലിയൊരു മനസ്സെന്ന് പറയണത്. സത്യം. കം ഓൺ കിത്തു, അങ്ങനെ ചെയ്യാവോ? സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് തോന്നുന്നു. കീർത്തന നന്നായി പാടിയതുകൊണ്ടാണ് ഗോൾഡൻ ബസർ കിട്ടിയത്. ശ്രീകുട്ടി അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങളിൽ ഒരാളാണല്ലോ എന്തായാലും ഇരിക്കേണ്ടത്. ശ്രീകുട്ടി പിന്നെ എന്താ, ശ്രീകുട്ടിക്ക് ഓൾറെഡി 2 പ്രാവശ്യം ഇരിക്കാൻ പറ്റി, അതുകൊണ്ട് വിട്ടുകൊടുക്കും കീർത്തനയ്ക്ക് അല്ലേ? വിനയ, ഒറ്റ ചോദ്യം മഞ്ജരി, വിട്ടുകൊടുക്കില്ലയോ? ഇവിടെ സൗഹൃദമല്ല, സംഗീതം. പറഞ്ഞു, ഇതൊരു കോമ്പറ്റീഷൻ ആണ്. പറഞ്ഞോ. ഞാൻ പറഞ്ഞു വിട്ടുകൊടുക്കില്ല. അതാണ് കൊടുക്കില്ലാന്ന്. കൊടുക്കില്ല. അത് ശരി. എന്നാലും എന്തൊരു അല്ലേ, നമ്മളൊക്കെ വിട്ടുകൊടുക്കും വിചാരിച്ചു അല്ലേ ചേട്ടാ? ഇതിനു മുമ്പ് ഞാൻ ജഡ്ജ് ചെയ്തിരുന്ന ഒരു റിയാലിറ്റി ഷോയിലേ പലപ്പോഴും ഇതേ ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. ആ, അപ്പോ ഒരു പയ്യനായിരുന്നു. അപ്പൊ അതിന്റെ പേര് ശ്രീജിത്ത്. ആ പയ്യൻ വിട്ടുകൊടുക്കാൻ റെഡിയായി. അതെ, ആ ഒരു മനസ്സ് ഇവിടെ ഞാൻ പൊക്കോളാന്ന്. എന്തൊരു കയ്യടിയായിരുന്നു എന്ന് അറിയാമോ പയ്യന്? ഇതിപ്പോ നമുക്ക് കൈയടിക്കാനും പറ്റുന്നില്ല അല്ലേ? അപ്പൊ കീർത്തന ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? കീർത്തന എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, കാരണം ആദ്യമായിട്ടാണ് അല്ലേ? ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലല്ലോ. കീർത്തനയ്ക്ക് അത് ആ ഒരു ഗോൾഡൻ ചെയർ വിട്ടുകൊടുത്തിട്ടുള്ള കയ്യടി വേണോ, അതോ അത് നേടിക്കൊണ്ടുള്ള കയ്യടി വേണോ? നേടിക്കൊണ്ടുള്ള കയ്യടി മതി. അപ്പൊ എന്തായാലും രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. ഇല്ല, നിങ്ങൾ 10 പേരുണ്ട് അല്ലേ? 10 പേരിൽ ശ്രീകുട്ടി ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ശ്രീകുട്ടിയുടെ പാട്ട് കേട്ട് ശ്രീകുട്ടിയാണ് ഇരിക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാരും നല്ല മനസ്സാ. അൽക്ക, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എനിക്കിരിക്കാൻ പറ്റിയില്ലല്ലോ എന്നാണോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഇത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാനിരുന്നേരെ. നിങ്ങൾ എന്തിനാ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാൻ വേണ്ടി ഇത്ര കൺഫ്യൂഷൻ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഗോൾഡൻ ചൈൽഡ് നേടിയെടുത്തിരിക്കുന്ന ആ മത്സരാർത്ഥിയുടെ പേര് പറയാൻ പോവാണ്. അത് ശ്രീകുട്ടി ആയിരിക്കുമോ കീർത്തന ആയിരിക്കുമോ? ആര് പറയണോ? ജഡ്ജസ് പറയണോ, ഞാൻ പറയണോ? കൗണ്ട് ഡൗൺ വേണം. 10 9 8 7 6 5 4 3 2 1 കീർത്തന. കീർത്തന എന്തായാലും ആ ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കിരീടം വെക്കണം, ആ ചെയറിൽ ഇരിക്കണം. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് വേണ്ടേ? ഗോൾഡൻ ചെയർ നേടിയെടുത്തല്ലേ, ഗോൾഡൻ ബസർ നേടിയെടുത്തല്ലേ, അപ്പൊ ഗിഫ്റ്റ് വേണ്ടേ? ഹാപ്പി ജാം സോസസ് പിക്കിൾസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അത് സ്വീകരിക്കാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ അതും കൊണ്ട് സേഫ് ആയിട്ട് അവിടെ പോവുക. എന്നിട്ട് അതിലോട് പറയാ, അതിലേ എഴുന്നേറ്റോ, സമയം കഴിഞ്ഞിരിക്കുന്നു, ആ കിരീടം എന്താ എന്റെ തലയിൽ വെച്ചോളൂ. ഓക്കെ, എന്നിട്ട് ആ ചെയറിലിരുന്നോളൂ, പൊക്കോളൂ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുന്നു കീർത്തന. കൺഗ്രാറ്റുലേഷൻസ് കീർത്തന. കീർത്തന, ഹാപ്പി ആയില്ലേ? അവിടെ ആ ചെയറിൽ ഇരിക്കാൻ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? നല്ല സുഖം. ഹാപ്പി അല്ലേ? അപ്പൊ ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഹാപ്പി ജാംസിന്റെ ഒരു ഗിഫ്റ്റും കിട്ടി. എന്ത് വേണം ഇനി? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അപ്പൊ
അത് എന്താ പറയാ ആഗ്രഹം സഫലമായതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ആദ്യത്തെ ആളാണ്. അതെ. അപ്പോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പറയുവാണ്, ഇനി ഗോൾഡൻ ചെയറും കിരീടം മാത്രമല്ല, നിങ്ങൾക്ക് ഇനി സർപ്രൈസ് ഗിഫ്റ്റുകളും ഉണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കണം കേട്ടോ ശ്രീകുട്ടി. തീർച്ചയായിട്ടും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പോ എല്ലാരും ഹാപ്പി ആണല്ലോ? ഹാപ്പി ജാംസിന് ഗിഫ്റ്റ് കിട്ടിയല്ലോ. കീർത്തന ഹാപ്പി അല്ലേ? ജഡ്ജസ് ഹാപ്പി അല്ലേ? വളരെ ഹാപ്പി. പ്രേക്ഷകരും ഹാപ്പിയാണ്. നല്ല വാശിയേറിയ ഒരു പോരാട്ടമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടത്. അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിതാ ഇവിടെ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ അടുത്ത ആഴ്ച പുതിയ റൗണ്ടുകൾ, പുതിയ ആവേശ പോരാട്ടം. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ കാത്തിരുന്നോളൂ. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ. co-powered by Milky Mist, MCR Pure Cotton Club and Sunfish EP Noodles. Bye, good night.